നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നേ ഒരു ചക്ക കിട്ടി, അപ്പം നമുക്കിതൊന്ന് വേവിക്കാം. ഞാനിന്നുണ്ടല്ലോ ചക്ക വേവിച്ചതും മാങ്ങ ചമ്മന്തി കൂട്ടിയായിരുന്നു ചക്ക വേവിച്ചത് കഴിക്കാൻ പോന്നെ. എല്ലാവർക്കും ഇഷ്ടമല്ലേ മാങ്ങ ചമ്മന്തി, കടുക് മാങ്ങ ഒക്കെ കൂട്ടി ചക്ക വേവിച്ചത് കഴിക്കാൻ. നല്ല വലിയ ചുളയാണേ, അതുകൊണ്ട് അടത്തിയെടുക്കാൻ എളുപ്പമുണ്ട്, ജോലി എളുപ്പമാണ്. ചക്കയൊക്കെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ചകിണിയൊക്കെ പ്രത്യേകിച്ച് പിന്നെ ചകിണി ഒരുക്കാനൊന്നും പോകണ്ട. ചിലതുണ്ട് അടത്തിയാലും പോരത്തില്ല. ഈ ചക്കമടലൊക്കെ ഉണ്ടല്ലോ, പശുവൊക്കെ ഉള്ളവർക്ക് നല്ലതാ. പക്ഷെ നമ്മുടെ ഇവിടെ അടുത്തൊന്നും പശുക്കളൊന്നുമില്ല. അത് കാരണം നമ്മുടെ ചേന നട്ടതിന്റെ ചോട്ടിലും ചേമ്പിന്റെ ഒക്കെ ചോട്ടിലിട്ട് കൊടുക്കുവേ, വളമല്ലേ. ഇങ്ങനെയും ചക്ക വെട്ടിയെടുക്കും ഞാനേ, അല്ലാതെ ഇതിന്റെ മടല് ചെത്തിയിട്ട് അങ്ങനെ എടുക്കും. കണ്ടോ, ചക്കയൊക്കെ വെട്ടുമ്പോ ഭക്ഷണം കഴിച്ചില്ലല്ലേ അറിയാതെ നമ്മുടെ കൈ വായിലേക്ക് പോവുമല്ലേ. ഞാൻ മണ്ണെണ്ണ ഉപയോഗിച്ചാ ചക്ക വെട്ടിക്കഴിഞ്ഞാൽ കൈയൊക്കെ ക്ലീൻ ചെയ്യുന്ന കേട്ടോ. കൈയും അതെ, കത്തിയും അതെ. നമ്മുടെ കത്തി രണ്ടും ക്ലീൻ ചെയ്തേ. മഴയൊക്കെ വരുന്നുണ്ട്, മഴയ്ക്ക് മുന്നേ ഇതെല്ലാം വേവിച്ചകത്ത് കയറണം. നമ്മളെ ചക്കയെല്ലാം വെട്ടി അടത്തി എടുത്തു, പരിസരം എല്ലാം വൃത്തിയാക്കി, കയ്യിലെ അരക്കെല്ലാം ഒന്ന് കളഞ്ഞു. ഇനിയിപ്പം നമുക്ക് ചക്ക വേവിക്കാൻ വേണ്ടി, ഇത് മുഴുവനും നമ്മളിപ്പോൾ വേവിക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ. നമ്മളിത് ഒരുക്കി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ചക്ക വേവിച്ചത് മാങ്ങ ചമ്മന്തിയും പറയുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരുക. ഞങ്ങളെ ചക്ക അരിഞ്ഞുകൊണ്ടിരുന്നപ്പം ഞങ്ങൾക്ക് 2 ഗസ്റ്റ് കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞേ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ അരപ്പിന്റെ കൂടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു ഇത്തിരി ഇട്ട് കൊടുക്കുന്നുള്ളേ. ഇനി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കാം. ഇതിന്റെ ഈ ചക്കയുടെ വേവ് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. പുറത്തെ നല്ല കാറ്റായതുകൊണ്ടില്ലേ ഗ്യാസിന്റെ ഫ്ലെയിം അങ്ങ് പറക്കുക. നമുക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ചക്ക വേവിക്കുന്ന പോലെ വാഴയിലൊക്കെ ഇതിന്റെ മുകളിൽ വെച്ചിട്ടെ ഒന്ന് അടപ്പും കൊണ്ടൊന്ന് അടച്ചു കൊടുക്കാവേ. ചക്ക വേവുമ്പോഴത്തേക്കിനും നമുക്ക് ചക്കയ്ക്കുള്ള അരപ്പും കൂടെ തയ്യാറാക്കാവേ. തേങ്ങ, മഞ്ഞൾപ്പൊടി, വേണ്ട നമ്മുടെ തന്നെ ഫ്രഷ് കാന്താരി, ജീരകം, കറിവേപ്പില, കൊച്ചുള്ളി, വെളുത്തുള്ളി. ഇത് ഫ്രീസറിൽ വെച്ചിരുന്നതായോണ്ടാണ് ഈ കളറെ. ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കല്ലിൽ അരച്ചെടുത്തോണ്ട് വരട്ടെ. ആദ്യം നമുക്ക് ജീരകവും ഇത്തിരി തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ജീരകം നന്നായിട്ടൊന്ന് അരയാൻ വേണ്ടിയാണേ, ബാക്കിയെല്ലാം നമുക്ക് അത്രയൊന്നും അരയണ്ട. ഉണ്ടോ? ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, കറിവേപ്പില, കാന്താരി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. തേങ്ങായും കൊച്ചുള്ളി. ഇവിടെ ചക്കയ്ക്ക് ആവിയൊക്കെ വന്ന് കണ്ടോ, തുറന്നു നോക്കട്ടെ, കൈ കൊള്ളാതെ. ഇനി ഇതൊന്ന് നോക്കാം. വെള്ളം ഉണ്ടോ? ചക്ക വെന്തിട്ടുണ്ടേ. അതോട്ട് അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത്തിരി ഉപ്പ് നീരും കൂടെ അരപ്പിനകത്തിലോട്ട് ഒഴിച്ചു. ഇനി അരപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. ഒരിത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നുകൂടെ അടച്ചു വയ്ക്കാം, അരപ്പ് നല്ലപോലെ ഒന്ന് വേവട്ടെ. ചക്കയുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് ആവി കയറിക്കാം. ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാവേ. ചക്ക വേവിച്ചത് റെഡിയായി. മണം അടിച്ചിട്ട് വയ്യ കേട്ടോ. ചക്ക വേവിച്ചതൊക്കെ ചൂടോടെ കഴിക്കണം അല്ലേ. ഇത്തിരി ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. ഒരിത്തിരി ടേസ്റ്റ് ചെയ്യാൻ ഞാനിപ്പോൾ എടുക്കുവാണേ. ഇത്തിരി മാങ്ങാ ചമ്മന്തി. അപ്പം ഞാൻ മാങ്ങാ ചമ്മന്തി കൂട്ടി തന്നെ ചക്ക വേവിച്ചത് കഴിക്കുവാണേ. തന്നെ ചക്ക വേവിച്ചു, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുക. കൊള്ളാം. ചക്ക വേവിച്ചതിനെക്കാട്ടി സൂപ്പർ മാങ്ങാ ചമ്മന്തിയാ. അപ്പം ഇത് രണ്ടും കൂടെ ആയപ്പോൾ നല്ല കോമ്പിനേഷൻ, അടിപൊളി. ഇത്തിരി മാങ്ങ അച്ചാറും ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.